കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർ വെപ്പ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് അക്കരെ സന്നിധാനത്ത് നടന്നത്. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടിത്തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി സന്ധ്യയ്ക്ക് കൊട്ടിയൂരിലെത്തിയിരുന്നു. രാത്രി കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചിറയിലെ കിഴക്കേ നടയിൽ തട്ടുംപോളയും വിരിച്ചു. കുടിപതി കാരണവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിച്ചതോടെ മന്നംചേരിയിലെ ബാവലിക്കരയിൽ ഇളനീർ കാവുകളുമായി കാത്തിരുന്ന വ്രതക്കാർ സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 തവണ വലം വെച്ച് ഇളനീർ കാവുകൾ ഭഗവാന് സമർപ്പിച്ച് വീരഭദ്രനെ വണങ്ങി മടങ്ങി. തണ്ടയാന്മാരാണ് അവകാശപ്രകാരം ഇളനീർ വെച്ചത്. കത്തി തണ്ടയാന്മാർ ഇളനീർ ചെത്തുന്നതിനുള്ള കത്തികളും സമർപ്പിച്ചു. ഇളനീർ വെപ്പ് പൂർത്തിയായതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും സമർപ്പിച്ചു. ഭക്തർ സമർപ്പിച്ച ഇളനീരുകൾ ചെത്തി സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങ് ഇന്ന് നടക്കും. അഷ്ടമി ആരാധനയും ഇന്നാണ്. തിങ്കളാഴ്ച ഉച്ചശീവേലിക്ക് ശേഷം പന്തീരടി കാമ്പ്രം സ്ഥാനികന്റെ കാർമ്മികത്വത്തിൽ വാളറയ്ക്ക് മുന്നിൽ പൂജ നടത്തും. കാര്യത്ത് കൈക്കോളന്മാർ ചെത്തിയൊരുക്കുന്ന ഇളനീരുകൾ ബ്രാഹ്മണർ ശ്രീകോവിലിനകത്തേക്ക് മാറ്റും. രാത്രി കൊട്ടേരിക്കാവിൽ നിന്ന് മുത്തപ്പനും മാലോം ദൈവസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ കുറിച്യ യോദ്ധാക്കളും ഓടപ്പന്തവുമായി ക്ഷേത്രത്തിലേക്ക് എത്തും. മണിത്തറയ്ക്ക് മുന്നിൽ മുത്തപ്പന് അരി ചൊരിഞ്ഞ് മടക്കിയ ശേഷം രാശി വിളിക്കുന്നതോടെ ഇളനീരഭിഷേകം ചടങ്ങ് തുടങ്ങും. ഉഷാകാമ്പ്രം നമ്പൂതിരിയാണ് അഭിഷേകം നടത്തുക. അഭിഷേകം ചെയ്ത ഇളനീർ തൊണ്ടുകൾ ഭക്തർക്ക് പിന്നീട് പ്രസാദമായി നൽകും. ഏജന്റ് ന്യൂസ്, കൊട്ടിയൂർ.